ഹലോ ചക്കരയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ ഓർത്ത് മാരേജ് ബ്യൂറോയെ സംബന്ധിച്ചാണ്. ഒരാൾ കല്യാണം ആലോചിക്കുമ്പോൾ, എൻ്റെ അടുത്ത് കല്യാണം ആലോചിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ മാതാപിതാക്കളുടെ സ്റ്റാറ്റസ് അല്ല നമുക്ക് ആവശ്യം. ഇന്നത്തെ പെൺകുട്ടികൾ നിങ്ങൾ പഴയ കാർന്നോമാരുടെ സ്വഭാവമുള്ളവരല്ല. ഇന്നത്തെ പെൺകുട്ടികൾ നമ്മളോട് ചോദിക്കുന്നത് എന്താ പറയുക, അവരാണ് കല്യാണം കഴിക്കേണ്ടത്. ഒന്നാമത്തെ മാതാപിതാക്കൾ പറയുന്ന ഒരാളെ കല്യാണം കഴിക്കുന്ന കാലഘട്ടം കഴിഞ്ഞു എന്ന് നിങ്ങൾ ഇനിയും മനസ്സിലാക്കുന്നില്ലാത്ത കുറേ പേരുണ്ട്. അവർ നമ്മളോട് ചോദിക്കുന്നത് പയ്യൻ എവിടെയാണ് ജോലി ചെയ്യുന്നത്, പയ്യൻ എന്താണ് വരുമാനം, പയ്യൻ എന്താണ് ഇൻകം, പയ്യൻ എന്തുണ്ട്, സ്വന്തം വീടുണ്ടോ, സ്വന്തം കാറുണ്ടോ, ഇതൊക്കെയാണ് തിരക്കുന്നത്. നമ്മളോട് വിളിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. ഈ ആലോചിച്ചതിൽ എനിക്കൊരു 10-50 പെൺകുട്ടികൾ വന്നതിൽ അതിൽ 40 പേരും പയ്യൻ എന്ത് ഡിഗ്രി ഉണ്ട്, ജോലിയുണ്ട്, ആൻറ്റി അത് തിരക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പയ്യൻ അവരുടെ നക്ഷത്രവും അവരുടെ കുടുംബമഹിമയോ കുലമഹിമയോ മാതാപിതാക്കളുടെ സ്റ്റാറ്റസോ ഒന്നും അവർ ചോദിക്കുന്നില്ല. പയ്യൻ എന്തുണ്ട്, പയ്യൻ എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ പയ്യന്മാരുടെ ഡീറ്റെയിൽസ് ആദ്യം എനിക്ക് പറഞ്ഞു തരണം വരുന്നവരല്ലേ. ഓവർ എന്നോട് ക്ഷമയോടിരിക്കും. എനിക്ക് ചിലതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ ദൈവമേ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പയ്യന്മാരുടെ കാര്യമാണ് കൂടുതലായിട്ട് പറഞ്ഞു തരേണ്ടത്. ചിലർ ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരെ ഞങ്ങൾ കുടുംബമഹിമ, ഞങ്ങളുടെ കുടുംബം നല്ലൊരു കുടുംബത്തിൽ നിന്ന് നോക്കിയെടുത്തു തരണം, കുടുംബമഹിമുള്ളവരെടുത്ത് തരണം. എൻ്റെ അടുത്ത് കുടുംബമഹിമയായിട്ട് ഒരുപാട് വർണ്ണിക്കുന്നവരുടെ എനിക്ക് ഫീസ് വേണ്ട. കാരണം കുടുംബമഹിമ ചോദിച്ച് വരുന്നവരുടെ പെണ്ണില്ല. എനിക്ക് താല്പര്യമില്ല അങ്ങനെയുള്ളവർക്ക് പെണ്ണ്. എന്താ വേണോ, കല്യാണം നടക്കത്തില്ല. എത്ര 40, 42, 38 വയസ്സായവർ 30 വയസ്സ് കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ പറയുന്നത് തള്ളയെന്ന, കിളവി തള്ളയെന്നാണ് പറയുന്നത്. അത് ശരിയാണല്ലോ. ഒരു ആയുസിൻ്റെ പകുതി കഴിഞ്ഞ് ഞാൻ പോലും എൻ്റെ അമ്മൂനോട് പറയും 27ാമത്തെ വയസ്സാണ്, നീ വേഗം കെട്ടിക്കൂ, ഇത് കഴിഞ്ഞാൽ കിളവി എന്ന് വിളിക്കുമെന്നാണ് പറയുന്നത്. സത്യമാണല്ലേ, ചിന്തിച്ച് നോക്ക്. 30 വയസ്സ് കഴിഞ്ഞ് 33 കഴിഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി, കല്യാണം ഒന്നും ആയിട്ടില്ല. എന്നിട്ടും എല്ലാവരും ഇങ്ങനെ പറയാമോ സിങ്കുമ്മേ, ഞങ്ങൾ പൈസ ഇല്ലേ തരുന്നത്, നിങ്ങൾ എന്നോട് എനിക്ക് അങ്ങനത്തെ കാശ് വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇതിൻ്റെ ഒരു സേവനം കൂടിയായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം ഇതിനകത്ത് കുറേ പേരുണ്ട്, പാവങ്ങളായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. മേസരിപ്പണിക്കാരൻ, മറ്റേ തടിപ്പണിക്കാരൻ, ഓട്ടോറിക്ഷക്കാർ, ഡ്രൈവർമാർ, അവർക്കൊന്നും പെണ്ണ്, ഞാൻ അവരുടെ ആലോചന എടുത്ത് വെച്ചിട്ട് ഒറ്റ പെണ്ണ് അവരെ കിട്ടാൻ തയ്യാറല്ല. അവർക്കും ഈ ഭൂമി ജീവിക്കണ്ടേ, അവർക്കും പെണ്ണ് കിട്ടണ്ടേ. സാധാരണക്കാരായ ആളുകൾ അതിനു വേണ്ടി എൻ്റെ അടുത്ത് വരണമെന്നാണ് ഞാൻ പറയുന്നത്. അവർക്കും പെണ്ണ് കൊടുക്കണ്ടേ. ഞാൻ ചോദിക്കുമെന്ന് ആലോചിച്ചാൽ ജോലി ഉണ്ട്. ഇപ്പം ഞാൻ ഇതിനകത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞു ജോലിയുള്ളവർ ആലോചിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ചക്കരയിലെ ജോലി എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം ഇങ്ങനെ എൻജിനീയറും ഡോക്ടറും MBA എടുത്തവരും നേഴ്സുമാരും ഇങ്ങനെ ഒരു ആളുകൾക്ക് മാത്രം കൊടുത്താൽ മതി. പാവങ്ങൾക്ക് അവരുടെ ചോദിക്കുന്ന ചോദ്യത്തിന് സിങ്കുമാർ എന്ന് പറയുന്നത് അവർക്ക് വരുമാനമുണ്ട്. അവർ പറഞ്ഞ 2 നില വീടുണ്ട്, വലിയ വീടുണ്ട്, കാറുണ്ട്. ഇന്ന് വീടും കാറും ഓട്ടോ ഒന്നും ഇല്ലാത്ത ആരുമില്ല. എല്ലാവർക്കും എല്ലാ സൗകര്യത്തിൽ കഴിയുന്നവരാണ്. ഇതൊക്കെ ഇന്ന് ഒരുവിധം വിദ്യാഭ്യാസവും തിരക്കിടില്ലാത്ത പിള്ളേർക്ക് എല്ലാവർക്കും ഉണ്ട്. ഇനി ഓട്ടോ ഓടിക്കുന്നവരെ അവനോട് വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ ഡിഗ്രിക്കാരനും PG കാരനൊക്കെ ആയിരിക്കും. മനസ്സിലായി. ഇപ്പം എല്ലാവർക്കും ചിലർക്ക് നാട്ടിൽ തന്നെ, പുറത്തൊന്നും പോകാതെ നാട്ടിൽ തന്നെ ജോലി ചെയ്ത് ജീവിക്കുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനത്തെ താല്പര്യമുള്ള അങ്ങനത്തെ ആളുകൾ, പാവങ്ങളായ ആൾക്കാർ വരുമ്പോൾ ഞാൻ ഫീസ് മേടിക്കാറില്ല. ഞാൻ ഉള്ളവരോടാണ് മേടിക്കുന്നത്. ഇല്ലാത്തവരോട് ഞാൻ ബോവനെൻ്റെ കണ്ണിലിട്ട് നോക്കും. ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങളും വരുമാനത്തിൻ്റെ സ്കെയിലും ജോലിയുടെ ബയോഡാറ്റ തരുമ്പോൾ എനിക്കറിയാം ആ ആളെങ്ങനെയാണ്. അവർക്ക് ഞാൻ അതേപോലെ ഇളവ് കൊടുക്കുന്നുണ്ട്. അല്ലാതെ എല്ലാവരോടും എനിക്ക് ഇത്ര ഫീസ് വേണമെന്നുള്ളൊരു ഇതൊന്നും എനിക്കില്ല. ഞാൻ അങ്ങനെ ഇളവ് കാണിക്കുന്നുമുണ്ട്. അപ്പോഴേ എനിക്ക് പറയാനുള്ള ഒരു കുലമഹിമ, കുടുംബമഹിമ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ കല്യാണം നടക്കത്തില്ല കേട്ടോ. കാരണം 37 വയസ്സ്, 47 വയസ്സ്, 49 വയസ്സുള്ള ഫസ്റ്റ് മാരേജ് നടക്കുന്നില്ല. നിങ്ങൾ വളരെ ചെറുപ്പത്തിൽ അവരുടെ ആയുസ് തീർന്ന് ജീവിതത്തിൻ്റെ നല്ല കാലങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി കല്യാണം കഴിച്ചിട്ട് എന്തിനാണ്? ഒരു 35 വയസ്സുള്ള ആമ്പിള്ളേർ കല്യാണം കഴിച്ചില്ലേ നല്ല സന്താനങ്ങൾ പോലും ഉണ്ടാകത്തുള്ളൂ. ആണല്ലോ, നിങ്ങൾ ചിന്തിച്ച് നോക്ക്. പെൺകുട്ടികൾ ഒരു 30 വയസ്സിൽ കല്യാണം കഴിച്ചിരിക്കണം. ഏറ്റവും കൂടുതലാണ് ആൺകുട്ടികൾക്ക് 35 വയസ്സ് പറഞ്ഞാൽ കിളവനായി. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം, ആയുസിൻ്റെ പകുതിയും കഴിഞ്ഞ് ഓടുമല്ലേ വണ്ടി. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ എല്ലാ മാതാപിതാക്കളോടും എനിക്ക് പറയാനുള്ളത്, മക്കളുടെ കല്യാണം നടക്കട്ടെ. നിങ്ങൾ ഈ കുലമഹിമയും ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരാണ്, ഞങ്ങൾ ഭയങ്കര പാരമ്പര്യമാണ്. നിങ്ങൾ ഈ മാതാപിതാക്കളാണ് മക്കളുടെ ജീവിതത്തിൽ തടസ്സം. അവർക്കൊരു നല്ല പങ്കാളിയോടൊപ്പം ജീവിക്കാൻ പറ്റും. എല്ലായിടവും കയറി എന്നോട് പോകാൻ പറഞ്ഞേ കുട്ടികളെ ഒന്ന് ബ്രെയിൻ വാഷ്, എന്താണ് പറയുന്നത്, എൻ്റെ അടുത്ത് കൗൺസിലിംഗ് കൊടുക്കണമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ കണ്ടതിൽ മാതാപിതാക്കൾക്കാണ് കൗൺസിലിംഗ് വേണ്ടത്. നിങ്ങൾ മക്കളെ ജീവിക്കാൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറേ എണ്ണത്തിൽ ഇങ്ങനെ ഒരു മാരേജ് ബ്യൂറോയിൽ ഒരുപക്ഷെ നിങ്ങൾ പെട്ട് കാണത്തില്ല. ഞാൻ ഓപ്പണായിട്ട് പറയും കാര്യം.
അതിൽ നിങ്ങൾക്കൊരു വിഷമമൊന്നും തോന്നരുത്. എല്ലാവരും സ്റ്റാൻഡ് മാറ്റിപ്പിടി, എങ്കിലേ കല്യാണമൊക്കെ നടക്കത്തുള്ളൂ കേട്ടോ. പെൺകുട്ടികൾ വന്ന് ചോദിക്കുന്നത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമല്ല, അതിന് എന്ത് ആൻറ്റി പയ്യൻ്റെ സ്റ്റാറ്റസ് പറയൂ. അപ്പം ഞാൻ പറയും മോളെ അവർക്ക് അത്ര നല്ല ഫാമിലിയാണ്, അതൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട ആൻറ്റി, ഇങ്ങനെയാണ് ചോദിക്കുന്നത്. ഇപ്പം ഞാനൊരു പെണ്ണ് ആൺകുട്ടിയുടെ ആദ്യം പെണ്ണ് ഇപ്പോൾ ഒരു പയ്യൻ മാച്ച് ഞാൻ ചേർത്ത് എന്നിട്ട് ഞാൻ പെണ്ണിൻ്റെ വീട്ടിൽ ഇട്ട് കൊടുക്കും. അപ്പം പെണ്ണിന് ഇവർ ഈ മാതാപിതാക്കൾ ഇത് കാണിക്കുവാണ്. കാണിച്ച ഉടനെ പെണ്ണ് അത് നോക്കിയിട്ട് എന്നെ വിളിക്കുകയാണ്. ദുബായിൽ നിന്നൊക്കെ പല പെമ്പിളെ എന്നെ വിളിച്ച് ആൻറ്റി പയ്യൻ ഏതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പോലെ ഇങ്ങനെ ദുബായ് ജോലി ഇങ്ങനെ അവർ ഇന്ന സ്റ്റാറ്റസുള്ളവർ ഇങ്ങനെ അച്ഛനമ്മ ഇങ്ങനെ ജോലിയാണ്. ഇതിനകത്ത് ഒരുപാട് എൻ്റെ ഭർത്താവ് ജോലി, ഞാൻ ഈ ജോലിയായിരുന്നു, പാരമ്പര്യം അവരുടെ അച്ഛൻ അനിയൻ അങ്ങനെ അടുക്കായിട്ട് അവരുടെ കുടുംബ പാരമ്പര്യത്തെക്കുറിച്ച് വർണ്ണിക്കുന്നത്. പ്ലീസ് ദയവായി കുടുംബ പാരമ്പര്യം ആർക്കും അറിയേണ്ട. നിലവിൽ നിങ്ങളുടെ പയ്യൻ ഏത് സ്ഥിതിയിലാണെന്ന് മാത്രം എനിക്കറിഞ്ഞാൽ മതി. അങ്ങനെയുള്ള പെമ്പിള്ളാരെ എൻ്റെ അടുത്തുള്ളു കേട്ടോ. അപ്പം ഇതൊന്നും പറഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് കുറച്ച് ആളുകളുടെ ഫീസ് മേടിച്ച് വെട്ടിടത്തിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തള്ളിയിടാൻ ഞാൻ പബ്ലിക്കിൽ നിൽക്കുന്നതാണ്. എനിക്ക് ഒരു മോശവും വരാൻ പാടില്ല. ഞാൻ ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് എത്തുള്ളൂ. എനിക്ക് പണത്തിനോട് യാതൊരു ആർത്തിയില്ല. അങ്ങനെ ഞാൻ നിങ്ങളുടെ പൈസ മേടിച്ച് പെട്ടിയിലിട്ട് എന്തെങ്കിലും തോന്നിയ ദിവസം കാണിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കാം, കുടുംബ പാരമ്പര്യം കുലമഹിമയുള്ളവർക്ക് ഇവിടെ പെണ്ണ് തരാൻ എൻ്റെ കയ്യിലില്ല കേട്ടോ. അത് ഞാൻ എടുത്ത് പറഞ്ഞേക്കാം. ആ പെണ്ണുങ്ങളെല്ലാം പെമ്പിള്ളേർ കൂട്ടി ചോദിക്കാം, ഞങ്ങൾക്ക് പയ്യൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ നമ്മുടെ സ്റ്റാറ്റസ് ഞങ്ങൾക്ക് അറിയണ്ട, പയ്യൻ്റെ കണ്ടീഷനാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഇപ്പോൾ പുള്ളിക്കാരൻ എന്ത് ജോലി ചെയ്യുന്നു, എന്ത് വിദ്യാഭ്യാസമുണ്ട്, സെക്കൻഡ് മാരേജ് ആണോ ഫസ്റ്റ് മാരേജ് ആണ്, ഇങ്ങനെയുള്ള ചുറ്റുകാര്യങ്ങൾ, അവനെ പറ്റി ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ, എവിടെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ദുബായ് വന്നിട്ട് എത്ര വർഷമായി, ഇതൊക്കെയാണ് നമ്മളോട് ചോദിക്കുന്നത്. അല്ലാതെ പയ്യൻ്റെ അച്ഛൻ എത്ര വർഷം ഇവിടെ ജോലി ചെയ്തു, അമ്മ ഏത് തറവാട്ടിൽ പറഞ്ഞതാണ്, അച്ഛൻ ഏത് തറവാട്ടിൽ പിടിച്ചാണ്, അച്ഛൻ്റെ സഹോദരങ്ങളൊക്കെ ഏതേത് വകുപ്പിലാണ് ജോലിക്കിരുന്നത്, അമ്മയുടെ സഹോദരങ്ങളൊക്കെ ഏതേത് വകുപ്പിലാണ് ജോലിക്കിരുന്നത്, ഇതൊന്നും ചോദിക്കുന്നില്ല. ഒറ്റ പെൺകുട്ടികൾ എൻ്റെ അടുത്ത് വന്നിട്ടില്ല. എന്നെ കണ്ടാലും കൊള്ളാം കണ്ടില്ലേലും കൊള്ളാം, ഇത്രയും പറയാതിരുന്നത് എനിക്ക് കിടന്നുറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ചക്രകളെ എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ആളുകൾക്കെല്ലാം ഞാൻ മാച്ച് നോക്കിയിട്ട് പെൺകുട്ടികൾ എന്നോട് ചോദ്യം ചോദിച്ചിട്ട് ഞാനും അപ്പോൾ ഓർത്തത് ശരിയാണല്ലോ, ഞാൻ അങ്ങനത്തെ ഒരു ആൻസർ കൊടുക്കണമല്ലോ എന്ന് ഓർത്ത്. അപ്പോൾ അത് നിങ്ങളോട് പറയുകയാണ്, കല്യാണം നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായ ചില പിടിവാശികളും നിർബന്ധ ബുദ്ധിയും നിങ്ങൾ എടുത്തു മാറ്റുക. എന്നിട്ട് നിങ്ങൾ മക്കളുടെ കല്യാണത്തിനായിട്ട് അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. ഞാൻ അതേ പറയത്തുള്ളൂ. അപ്പോൾ പറയും ഞങ്ങൾ വളർത്തിക്കൊണ്ടു പോകുന്ന മക്കളാണ്, നിങ്ങൾക്ക് ഇവിടെ നിന്ന് പറയാം ഞങ്ങൾ ഇത്ര രൂപ മുടക്കി, എല്ലാവരും രൂപയൊക്കെ മുടക്കി കാശ് മുടക്കി തന്നെയാണ് നമ്മൾ ഈ മക്കളെ വളർത്തിക്കൊണ്ട് വരുന്നത് എന്ന് വെച്ച് നമ്മൾ ആയുഷ്കാലം മുഴുവൻ അവരെ പിടിച്ചു വെച്ച് അവരുടെ ഇഷ്ടത്തിന് വിടാതെ അല്ലെ കാലത്തിനൊപ്പം അവരെ ജീവിക്കാൻ സമ്മതിക്കാതെ പിടിച്ചു വെച്ച് അവരുടെ ജീവിതം നശിപ്പിക്കുന്നത് മാതാപിതാക്കൾക്ക് യോജിച്ച പരിപാടിയല്ല കേട്ടോ. വലിയ പണ്ടത്തെ മാമൂലും പാരമ്പര്യവും കുടുംബവും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിള്ളേരുടെ കല്യാണം നടക്കത്തില്ല. ഒരൊറ്റ ആമ്പിളർക്ക് പെണ്ണ് തരാൻ ഞാൻ പറഞ്ഞല്ലോ 100 ആമ്പിളർക്ക് 20-15 പെമ്പിള്ളേരൊക്കെയാണ് വരുന്നത്. ഞാൻ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്കൊക്കെ തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാരമ്പര്യത്തിൻ്റെ മാമൂലും കൊണ്ടിരുന്നാൽ നടക്കത്തില്ല കല്യാണം കേട്ടോ. അതും പറയാം. എൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനത്തെ ഒരാളാണ്, അതുകൊണ്ട് എൻ്റെ അടുത്ത് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങളോട് ഞാൻ ആ സത്യസന്ധത പുലർത്തിയിരിക്കും. ഒരു പെൺകുട്ടിയുടെ ആരാധന തന്നെ അവളോട് ചോദിക്കുന്നു, നിനക്ക് വല്ല ലൈനുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞോ, എന്നിട്ട് മാത്രം അവർക്ക് കൈ കൊടുക്കാവുള്ളൂ എന്ന് ഞാൻ അങ്ങോട്ടും പറയുന്നുണ്ട്. ഇതേ തന്നെ അങ്ങോട്ടും പറയുന്നുണ്ട്. ഞാൻ അവളുടെ വിദ്യാഭ്യാസം അവളുടെ സ്വഭാവം ഒക്കെ മാത്രമേ ഞാൻ നോക്കി നിങ്ങൾക്ക് മാച്ച് ചെയ്ത് തരാനായിട്ട് നോക്കത്തുള്ളൂ. ബാക്കി എൻ്റെ ഉത്തരവാദിത്വമല്ല. എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഇത് സംഭവം നിങ്ങൾക്ക് കൈമാറുന്ന വരെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ശ്രദ്ധിക്കും. പിന്നെ നിങ്ങൾക്കിത് കൈമാറിക്കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് സാധനം പോയി ഞാൻ പിന്നെ നോക്കത്തില്ല, നിങ്ങൾ തന്നെ നോക്കിയെടുത്തോണം കേട്ടോ. ഞാൻ മാച്ചൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇത് തുടങ്ങിയിട്ട് ഒരാഴ്ചയായുള്ളൂ. നിങ്ങൾ ഇന്നിങ്ങോട്ട് പൈസ അടച്ചിട്ട് നാളെ ഇങ്ങോട്ട് തന്നു പറഞ്ഞാൽ ഇത് പലരൊക്കെ ഇവിടെ വെച്ചിരിക്കുന്ന സാധനമല്ല. ഇത് വല്ലവൻ്റെയൊക്കെ വീട്ടിലേക്ക് സാധനം അവൻ ആലോചിച്ച് മക്കളൊക്കെ തന്നെയാണെങ്കിലും മാതാപിതാക്കൾ ഇപ്പം എന്നോടുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ ഞാൻ അവരുടെ എല്ലാം വീട്ടിൽ എല്ലാവരും എൻ്റെ യൂട്യൂബൊക്കെ കാണുന്ന എന്നോടൊരു സ്നേഹവും ബഹുമാനവും ഇഷ്ടവും എന്നോട് ഇഷ്ടം കൂടിയിട്ടാണ് അവരവരുടെ മകളെ എൻ്റെ കയ്യിലോട്ട് അല്ലെ മകനെ എൻ്റെ കയ്യിലോട്ട് ഏൽപ്പിക്കുന്നത്. മനസ്സിലായേ? അപ്പോൾ അത് നിങ്ങളുടെ അനുയോജ്യമായ ഒരാളുകളുടെ എത്തിക്കാൻ എനിക്കൊരു സമയം വേണം. ഇന്നലെ പൈസ തന്നിട്ട് ഇന്ന് നേരം വിളിക്കുമ്പോൾ ചോദിക്കുവാണ്, എനിക്ക് അങ്ങനെയുള്ള കാശും വേണ്ട, റിട്ടേൺ തന്നിരിക്കും ഞാൻ, എനിക്ക് വേണ്ട, എനിക്ക് സമാധാനമായിട്ടിരിക്കണം. അപ്പം എനിക്കൊരു സമയം തരാം. ഏതെങ്കിലും ഒരുത്തൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ ഒരുത്തിയുടെ ഫോട്ടോയോ നിങ്ങൾക്ക് അയച്ചു തന്നിട്ട് നിങ്ങളെ പറ്റിക്കാൻ ഞാൻ തയ്യാറില്ല. എനിക്ക് യോജിക്കുന്നതെന്ന് തോന്നുന്നത് കിട്ടണം. നിങ്ങൾ എന്നെ ഓർപ്പിച്ചു, സുഗുബ എന്തായി ഒരു മെസ്സേജ് ഇടാം, അല്ലാതെ എന്തായി റെഡിയായി. ഇത് പലരക്കടയിൽ വെച്ചിരിക്കുന്ന സാധനമല്ല. മറ്റ് മാരേജ് ബ്യൂറോ പോലെ അല്ല സിംഗിൾ ബോബൻ, അത് മനസ്സിലാക്കുക. വേറെ ഒന്നുമില്ല എൻ്റെ സഹോദരങ്ങളെ. എനിക്ക് തരുന്ന എല്ലാ സപ്പോർട്ടിനും നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. സത്യസന്ധമായിട്ട് കൂടെ നിൽക്കും. എന്ത് പ്രശ്നമുണ്ടെങ്കിലും കൂടെ നിൽക്കും കേട്ടോ. സത്യസന്ധമായിട്ട് കൂടെ നിൽക്കും. എന്നിൽ നിന്ന് അങ്ങനെ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 101% പ്യുവറായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ കാണാം. എനിക്ക് ഏറ്റവും നല്ലൊരു അതുപോലെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു ബന്ധങ്ങൾക്കും ഒരു വിള്ളലും ഉണ്ടാകരുത് എന്ന്. അപ്പോൾ സന്തോഷമായിട്ടിരിക്കും. ശുഭരാത്രി.
എനിക്ക് മറ്റേ ചാനലിൽ 1 ലക്ഷം തികയാൻ ഇനി ഏകദേശം 50-30 വല്ലതും മതിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും സന്മനസ്സുള്ളവരെങ്കിൽ സിംഗിൾ ബോബൻ എന്ന് പറഞ്ഞ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എങ്കിലും നിങ്ങൾക്ക് എന്നോട് ഒരു ശകലമെങ്കിലും ഇതുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് വിടുന്നത് ഭയങ്കര ഉപകാരമായിരിക്കും, നല്ല കാര്യമായിരിക്കും. ഓക്കെ, താങ്ക് യു. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിഷമം തോന്നരുത് കേട്ടോ. അങ്ങനെ ഞാൻ നിങ്ങളോട് മാതാപിതാക്കളെ അപേക്ഷിക്കുകയാണ്. നിങ്ങൾ കുറേ പേര് കടമ്പിടുത്തത്തിൽ നിൽക്കുന്നതിൽ നിന്ന് ഒന്ന് അയയാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, താങ്ക് യു.